പമ്പയിൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ അനുവദിച്ചാൽ വാഹനങ്ങൾ വഴിയിൽ തടയുന്ന പ്രശ്നം പരിഹരിക്കാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്. പമ്പ പാർക്കിംഗിൽ 2 ആഴ്ച മുൻപ് അപേക്ഷ നൽകിയിട്ടും കോടതി ഇടപെടാതിരിക്കുന്നത് സങ്കടകരമാണ്. നിലയ്ക്കൽ നിറയുമ്പോഴാണ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നതെന്നും പ്രശാന്ത് പറഞ്ഞു. 11 മണിക്ക് ശേഷം വരുന്ന ആളുകളെ നമുക്ക് നിലയ്ക്കൽ നിന്ന് കയറ്റിവിടാൻ പറ്റില്ല. കാരണം നമ്മൾ 5 മണിക്കാണ് ഇവിടെ നട തുറക്കുന്നത്. നാളെ ഇതില്ല, കുഴപ്പമില്ല. നാളെ ഇപ്പോൾ നമുക്ക് 3 മണിക്ക് തന്നെ തുറക്കുകയില്ലേ. നാളെ 3 മണിക്ക് തുറക്കുകയില്ലേ. കുറേ അങ്ങനെ ഉണ്ട്. കുറേ ഇപ്പം നമുക്കറിയാം, തമിഴ്നാട്, ആന്ധ്ര അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവർ ഈ തങ്കയങ്കി ദിവാലയത്തിന് വേണ്ടി കണ്ടേ ഇറങ്ങൂ എന്നുള്ളൊരു താല്പര്യമുണ്ട് അവർക്ക്. ഇതിപ്പോൾ നമുക്ക് ഇവരോട് അഭ്യർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പം പരമാവധി നമ്മൾ അഭ്യർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു താല്പര്യമാണ്. നമുക്ക് അവരെ എങ്ങനെയാണ് നമുക്കത് ശാസിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് നടത്താം. ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ ഒരു ശീതസമരവുമില്ല. മണ്ഡലകാല മകരവിളക്ക് മഹോത്സവം നന്നായി നടത്തണമെങ്കിൽ പോലീസിൻ്റെ സഹായമില്ലാതെ പറ്റില്ല. അതിൽ പോലീസിൻ്റെ സഹായം അടിയന്തരമായി കൂടിയേ തീരൂ. അത് പരമാവധി അവർ തരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ പാർക്കിങ്ങുമായി ഇപ്പം നമുക്ക് ഈ എരുമേലിയിലും പിന്നെ അവിടെയൊക്കെ പിടിച്ചിടേണ്ടി വരുന്നു എന്ന് പറയുന്നു. ശരിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നിലയ്ക്കലിൽ പാർക്കിംഗ് വലിയ വാഹനങ്ങൾ നിറയുമ്പോഴാണ്, അല്ലേ? നിലയ്ക്കലിൽ ഇപ്പോൾ 7000-ഓളം പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഞങ്ങൾ വീണ്ടും ബോർഡ് കൂടി ഈ 2500 വാഹനങ്ങൾക്ക് കൂടി പാർക്കിംഗ് ഹിൽ ടോപ്പിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും റിവ്യൂ ഫയൽ ചെയ്തു. അത് ഇതുവരെ കോടതി അനുവദിച്ചിട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ്. ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചാൽ സത്യത്തിൽ ഈ 2500 വാഹനങ്ങൾ ചെറിയ വാഹനങ്ങൾ ഇവിടേക്ക് വന്നാൽ അവിടെ 2000-ഓളം വാഹനങ്ങൾക്ക് നിലയ്ക്കലിൽ അധികമായി ചെയ്യാൻ സാധിക്കും. ആ 2000 വാഹനങ്ങൾ കൂടി നിലയ്ക്കലിൽ ക്രമീകരിക്കാൻ പറ്റിയാൽ ഈ പറയുന്ന എരുമേലിയിലും കോട്ടയത്തൊന്നും പിടിച്ചിടേണ്ടി വരില്ല. പോലീസിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ വിമർശിക്കുമ്പോഴും അങ്ങനെ ഏതെങ്കിലും ഭക്തരെ അപ്പുറത്തേക്ക് പെരുമാറിയാൽ പിന്നെ ഒരു മനുഷ്യാവകാശ ധ്വംസനവും ലംഘനമൊക്കെ ആയില്ലേ? പോലീസിനും അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടല്ലേ ഇതൊക്കെ ക്രമീകരണം നടത്താൻ പറ്റൂ. എല്ലാവരും മനുഷ്യരല്ലേ. മനുഷ്യന് സാധ്യമാകുന്ന പ്രവർത്തനങ്ങളെല്ലാം പോലീസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.